അതുകൊണ്ട് തന്നെ ശരീരത്തിനകത്തേക്ക് പോകുന്ന കലോറിയുടെ അളവ് കുറവായിരിക്കും. അപ്പൊ എന്തും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് കലോറി 4 ഗ്രാം കിട്ടുമോ, 4 കലോറി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ വകഭേദങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ വെറും കലോറി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇതിൽ ഏതാണ് നമ്മൾ കഴിക്കുന്നത് കൂടി അറിഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ അല്ലെ. 100 ഗ്രാം ചോളത്തിന്റെ അതേ എഫക്ട് നമുക്ക് കിട്ടണമെങ്കിൽ 500 ഗ്രാം തണ്ണിമത്തൻ കഴിക്കേണ്ടി വരും. 500 ഗ്രാം തണ്ണിമത്തൻ ഒരുമിച്ച് ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമോ, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും? ആ കമ്പാരിസൺ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പക്ഷേ ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരിക. എവറിഥിങ് ഈസ് സയൻസ്. സയൻസ്, ശാസ്ത്രത്തിന്റെ പിൻബലത്തോട് കൂടിയിട്ട് നമ്മൾ എന്തൊക്കെ മുന്നോട്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് എത്തും, അഥവാ മനസ്സിലേക്ക് എത്തും. നമ്മളത് ഐദർ വി വിൽ കണ്ടിന്യൂ ഫുള്ളി, നമ്മളത് ഇൻസ്പയർഡ് ആയിട്ട് അത് കണ്ടിന്യൂ ചെയ്യും, അതല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി അറ്റ്ലീസ്റ്റ് ഓക്കെ ഇപ്പോഴെന്റെ പ്രശ്നങ്ങളും ഇതൊക്കെ ഇത് ഇന്ന കാരണം കൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം അത് ചെയ്യുമെന്നും ഉറപ്പിക്കാനുള്ള ഒരു രീതിയാണ് പൊതുവെ സയൻസുമായിട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു അപ്രോച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ സംസാരിക്കുന്നത് ഭക്ഷണത്തിലെ കലോറിയെ പറ്റിയാണ്. ഭക്ഷണത്തിലെ ഊർജത്തിനെ പറ്റി പണ്ട് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയാണ് ഊർജം വരുന്നതെന്നും ഈ ഊർജം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും ഈ ഊർജം മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അഥവാ കലോറി ഇൻ കലോറി ഔട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് എടുക്കരുത് എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ കലോറി നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലേക്കാണ് പോകുന്നത്. കാരണം കലോറി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആ കലോറി എത്രത്തോളം വാസ്തവികതയോട് കൂടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ശാസ്ത്രീയമാണ് എന്നുള്ളതിനൊക്കെ അതിലേക്ക് ഒരു എത്തിനോട്ടം. കാരണം കുറച്ചധികം സയന്റിഫിക് ആണ്, അതിന്റെ ഉള്ളിലേക്ക് ഒരുപാടങ്ങ് കയറിയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാനുള്ളതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്. കലോറികൾ നമ്മൾ കണക്കാക്കുമ്പോൾ അത് എത്രത്തോളം വാസ്തവികതയാണെന്നും അതുപോലെ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള കലോറി മിത്തുകൾ ഉണ്ടെന്നും അറിയുകയാണ് ഇന്നിപ്പോ നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുമ്പ്, അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിനെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മുടെ ആമാശയമാണ്. നമ്മുടെ ആമാശയത്തിൽ ആദ്യത്തേതില് ഒരല്പം കൊഴുപ്പ് അല്ലെങ്കിൽ ഒരുപക്ഷെ നെയ്യ് എന്ന് നമുക്ക് കൂട്ടാം, എണ്ണയാണ് ഉള്ളത്. ഇവിടെ കുറച്ച് ചിക്കൻ പീസസ് ആണുള്ളത്, ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ആണുള്ളത്. പക്ഷെ ഈ വെജിറ്റബിൾസ് വന്നപ്പോഴേക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഈക്വൽ കലോറിയാണ്. കാരണം കൊഴുപ്പിനകത്തുള്ള കലോറി, അതുപോലെ തന്നെ ചിക്കനകത്തുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ പീസുകളിലുള്ള കലോറി, അതുപോലെ തന്നെ വെജിറ്റബിൾസും കാർബോഹൈഡ്രേറ്റ്സും ഫൈബറും ഒക്കെ കൂടിയിട്ടുള്ള കലോറി നോക്കുമ്പോൾ ഇതെല്ലാം ഈക്വൽ ആയിട്ട് വരികയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആമാശയം നമുക്ക് ഒരു ഫുൾനെസ് കിട്ടണമെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഈ ഒരു ചിത്രം തന്നെ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. കലോറി ഈസ് നോട്ട് എ കലോറി. ഈ കലോറി നമ്മൾ നോക്കിയിട്ടും അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ടും ഒക്കെ ഒത്തിരി സാധനങ്ങൾ ഒരുപക്ഷെ പല സൂപ്പർ മാർക്കറ്റുകളിലും കണ്ടിട്ടുണ്ടാവും. ഇൻഗ്രീഡിയൻസ് നോക്കണമെന്ന് ഞാൻ തന്നെ പല സെഷനിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കുമ്പോഴും ഈ കലോറി എന്ന് പറയുന്ന കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും ശരിയല്ലെങ്കിൽ നമ്മൾ എന്തിനു ഈ കലോറി നോക്കണം? അവിടെയാണ് വൈ ഈ കലോറി ഈസ് നോട്ട് എ കലോറി എന്നുള്ളതിന്റെ പോയിന്റ്. ഈ കലോറി എന്ന് പറയുന്ന കൺസെപ്റ്റ് പെർട്ടിക്കുലർലി നമ്മുടെ ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊണ്ടുവന്നത് വിൽബർ അറ്റ്വാട്ടർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് മോഡേൺ ന്യൂട്രീഷൻ റിസർച്ച് പ്രോഗ്രാം, അല്ലെങ്കിൽ ആ ഒരു ന്യൂട്രീഷൻ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അതിന്റെ പിതാവായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത്രമാത്രം ഫേമസ് ആവാൻ കാരണം അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം തന്നെയാണ്. അതിന് അറ്റ്വാട്ടർ സിസ്റ്റം എന്ന് പറയും. ആക്ച്വലി ഇത് ഇന്ന് പല മൊബൈൽ ആപ്ലിക്കേഷൻസിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ എത്ര കലോറി കഴിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഉള്ള ആൾക്കാർ ഈ ഒരു കാര്യത്തിനെ അത്രമാത്രം അകത്തേക്ക് എടുത്തിട്ട് ഓക്കെ ഞാൻ ഇത്ര കലോറിയാണ് ഇന്ന് കഴിക്കേണ്ടത് എന്ന് തീരുമാനിച്ച് ഭക്ഷണത്തിലെ ആ കലോറി കാൽക്കുലേറ്റ് ചെയ്ത് അത് മാത്രം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു അറ്റ്വാട്ടർ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന കലോറി ആക്ച്വലി ഇതാണോ? നമുക്കതിന് ഈ കലോറി കൺസെപ്റ്റിന് എന്താണ് എന്നുള്ളതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4184 ജൂൾസ്, അല്ലെങ്കിൽ എനർജിയുടെ ഒരു യൂണിറ്റ് ആണത്. ഇത്രയും എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ഫിസിക്സ്, ഭൗതിക ശാസ്ത്രത്തില്
നമ്മുടെ സറൗണ്ടിങ്സോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു സപ്പോസ് ഒരു ബോക്സ് ഉണ്ട്, ഈ ബോക്സിനകത്തേക്ക് നമ്മൾ ഇത്ര കലോറി ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എത്ര കലോറി പുറത്തേക്ക് പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും. ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം. അതുകൊണ്ട് തന്നെയാണ് ഈവൻ എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ്, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റൂ എന്ന് നമ്മൾ പഠിച്ചത്. അതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും ശരിയാണ്. ബട്ട് ഇൻ ഹ്യൂമൻ ബോഡി, നമ്മുടെ ശരീരത്തിൽ എനർജി ഇൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ മൂന്ന് കലോറി ഉള്ള മാക്രോ ന്യൂട്രിയൻസ് വഴിയാണ് എത്തുന്നത്. ഉദാഹരണത്തിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, അതുപോലെ തന്നെ കൊഴുപ്പുകൾ. അതേസമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി പുറത്തേക്ക് പോകുന്നത് പല രീതിയിലാണ്. അത് ഈവൻ നമ്മുടെ റെസ്റ്റിംഗ് എനർജി മെറ്റബോളിസം ഉണ്ട്, നമ്മുടെ ശ്വാസം കഴിക്കുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമ്മൾ ആക്റ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ശരീരം ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ശ്വാസം കഴിക്കുക, ഹാർട്ട് ബീറ്റ്സ്, ഫിൽട്രേഷൻ പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഞാൻ സംസാരിക്കുന്നതടക്കം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, ജസ്റ്റ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് മാത്രമല്ല. അതുപോലെ തന്നെ തെർമിക് എഫക്ട് ഓഫ് ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കലോറി വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ് ഉണ്ട്, മെറ്റബോളിസം എന്ന് പറയും, അല്ലെങ്കിൽ ദഹന പ്രക്രിയയെ. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കലോറി ആവശ്യമുണ്ട്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈവൻ ചിന്തിക്കാൻ പോലും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ എനർജി ഉപയോഗിക്കുന്നുണ്ട്. സോ കലോറി ഇൻ എന്ന് പറയുന്നതിനെ കലോറി ഔട്ടിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ അത് കൃത്യതയോടെ കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ കലോറി കൺസെപ്റ്റിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് 100% പറ്റില്ല. ഇത് മുമ്പ് ഒരു സെഷനിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോഡി കമ്പോസിഷൻ നോക്കിയിട്ട് വേണം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. എനിവേ, നമ്മുടെ ഈ കലോറി നമ്മൾ കഴിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ കലോറി പ്രധാനമായിട്ട് വരുന്ന ചില ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇത് മൂന്നാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഫൈബർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫൈബർ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ പോർഷൻ ഉണ്ട്, പോഷകങ്ങളുണ്ട്. ഇത് കാർബോഹൈഡ്രേറ്റിന്റെ തന്നെ ഒരു വകഭേദമാണെങ്കിലും ഇതിന് കലോറി അല്ലെങ്കിൽ ഊർജ്ജമില്ല. അതേ സമയത്ത് മീൻസ് ശരീരത്തിന് അതിന് ദഹിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ഊർജ്ജം അതിൽ നിന്ന് കിട്ടാത്തത്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് 4 കലോറിയാണ് 1 ഗ്രാമിന് തരുന്നത്. അതേ സമയത്ത് പ്രോട്ടീനും 4 കലോറി തന്നെ തരുന്നു. അതേ സമയത്ത് ഫാറ്റ്, കൊഴുപ്പുകൾ നമുക്ക് തരുന്നത് ഏകദേശം 9 കലോറിയാണ്. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ മാക്രോ ന്യൂട്രിയൻസിന്റെ കാലോറി അനുപാതം. എന്നാൽ ഈ ഒരു ആദ്യം പറഞ്ഞ ഫൈബറിലേക്ക് പോവാം. ഈ ഒരു ഫൈബർ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫൈബറും ഒരുപോലെയാണ്? അല്ല. അതിനകത്ത് ഇൻസോലുബിൾ ഫൈബർ ഉണ്ട്, സോലുബിൾ ഫൈബറും ഉണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഏകദേശം 160 കലോറിയുള്ള ആൽമണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം 130 കലോറി മാത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കലോറി കാൽക്കുലേറ്റർ വെച്ചിട്ട് നോക്കുമ്പോൾ 160 കലോറി നമ്മൾ കാണിക്കും. എന്നാൽ ശരീരത്തിന് അത് മുഴുവനായിട്ടും, ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരത്തിന് പോലും മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് അൺഹെൽത്തി ആണെങ്കിൽ, അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാത്ത വ്യക്തിയാണെങ്കിൽ അത് പിന്നെയും വ്യത്യാസം വരും. സോ അതിന്റെ ബാക്കി, ഈ ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ബാക്കി 30 കലോറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാക്ടീരിയ ആണ് ഉപയോഗിക്കുന്നത്. കലോറി ആയിട്ടല്ല, ബാക്ടീരിയയുടെ മറ്റു പല പർപ്പസിനും വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കാം. അതാണ് ഫൈബറിന്റെ ഒരു പ്രധാന പ്രത്യേകത. അപ്പൊ ഇത്രയും ഫൈബർ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരുപക്ഷെ നമ്മളിപ്പം പല രീതിയിൽ പല തരത്തിലുള്ള സപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ അഡീഷൻസ് അതിന് ചെയ്യാറുണ്ട് പല ഭക്ഷണത്തിനും. അങ്ങനെ വേണമെങ്കിൽ സോലുബിൾ ഫൈബർ ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും, അത് ശരീരത്തിന് ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻസോലുബിൾ ഫൈബർ നമ്മൾ ആഡ് ചെയ്യുമ്പോഴും അത് പൂർണ്ണമായിട്ടും അൺപ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാത്ത ഫുഡിലേക്ക് അല്ലെങ്കിൽ അത്ര തന്നെ ഗുണത്തിലേക്ക് എത്തുന്നില്ല, ഒരിക്കലും എത്തുന്നില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്തു, പ്രോസസ്സ് ചെയ്തു, അതിനുശേഷം നമ്മൾ അതിനെ ഒന്ന് ഫോർട്ടിഫൈ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ അല്ലെങ്കിൽ ഇൻസോലുബിൾ ഫൈബർ വെച്ചിട്ട് ആ ഫോർട്ടിഫിക്കേഷൻ അത്ര തന്നെ സക്സസ്ഫുൾ ആയിട്ട് നടക്കില്ല. സോലുബിൾ ഫൈബറിലും ഇൻസോലുബിൾ ഫൈബറിലും കൂടിയിട്ടുള്ള കണക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്ത് സോലുബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ലയിക്കും. അതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും, ഏത് ഡൈജഷൻ പ്രക്രിയയിലും അതിനെ സ്ലോ ചെയ്യും. അത് കൂടുതൽ സമയമെടുത്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. ഇൻസോലുബിൾ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്തൂടെയുള്ള ഭക്ഷണത്തിന്റെ പോക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കുകയാണ് ചെയ്യുക. സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും ഒരുമിച്ച് ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ ആ ഭക്ഷണത്തിനെ ഒരു ജെൽ ഫോമിലേക്ക് കൊണ്ടുവരിക, അത് ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷനെ മൊത്തത്തിലൊന്ന് കുറയ്ക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും ഷുഗർ അല്ലെങ്കിൽ സിമ്പിൾ ഷുഗറിന്റെ, കാർബോഹൈഡ്രേറ്റിൽ തന്നെ സിമ്പിൾ ഷുഗർ ആയിട്ട് വരുന്ന ഏതൊക്കെയാ?
ഗാലക്ടോസ്, ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ ഫ്രക്ടോസ്. അപ്പൊ ഇതിന്റെ അബ്സോർപ്ഷനെ ഒന്ന് സ്ലോ ആക്കുകയും ചെയ്യും. ഇത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരളിനെ കൂടുതൽ ഫാറ്റ് അല്ലെങ്കിൽ ഷുഗർ നമ്മുടെ ആദ്യം എങ്ങോട്ടാ ചെല്ലുക, ബ്ലഡിലേക്ക് ചെല്ലും. ബ്ലഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20% വരെ നമ്മുടെ ലിവറിലേക്ക് ചെല്ലും. ഈ ലിവർ അതിനെ ഒന്നുകിൽ ഗ്ലൈക്കോജൻ ഫോമിലേക്ക് മാറ്റാൻ നോക്കും, അല്ലെങ്കിൽ ഫാറ്റിലേക്ക് മാറ്റാൻ നോക്കും. ഈ ഒരു ലിവറിനുള്ള ലോഡ് നമ്മൾ കുറക്കാണ് ചെയ്യുന്നത്, സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും ഉണ്ടാവുമ്പോൾ. അതുകൊണ്ട് എന്താ ഗുണം, നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് കുറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഫൈബർ ഭക്ഷണത്തിൽ കൂടി കഴിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഗ്ലൈസമിക് ലോഡ് കുറയും. ഫൈബർ കൂടുന്നതിനനുസരിച്ച്, കാരണം ഭക്ഷണത്തിന്റെ ആകെ മൊത്തം അളവ് നോക്കിയിട്ടാണ് ഗ്ലൈസമിക് ലോഡ് വരിക. ഞാൻ ഗ്ലൈസമിക് ഇൻഡെക്സിലേക്കല്ല പറയുന്നത്, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം കുറച്ചുകൂടി വിശദമായിട്ട്. നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ബാക്ടീരിയ, വയറിനകത്ത് ഒത്തിരി ബാക്ടീരിയകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഹ്യൂമൻ സെല്ലിനേക്കാൾ കൂടുതൽ ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് പറയാം. അതിൽ തന്നെ നല്ല ബാക്ടീരിയകളും ഉണ്ട്, മോശം ബാക്ടീരിയകളും ഉണ്ട്. സോ ഇതിന്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബർ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയക്ക് വേണ്ട ഫുഡാണ്. സോ അങ്ങനെ ഒരു എനർജി ബാലൻസ്, പ്രത്യേകിച്ചും നമ്മുടെ ഗുഡ് ബാക്ടീരിയക്ക് വേണ്ട ഒരു എനർജി ബാലൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ് ബാക്ടീരിയയുടെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഗുഡ് ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയയും തമ്മിലുള്ള ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ തൃപ്തി വരുന്ന ഒരു സിഗ്നൽ കൊടുക്കുന്നത് പെപ്റ്റൈഡ് YY എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോണിന്റെ സെക്രീഷൻ, ഗട്ട് ഹോർമോണാണ്. ഇത് സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഫൈബറാണ്. അതുപോലെ തന്നെ നമ്മുടെ സോലുബിൾ ഫൈബർ നമ്മുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ വയറിനകത്ത് വരുന്ന സമയത്ത് അത് ചില ബാക്ടീരിയകൾക്ക്, ഗുഡ് ബാക്ടീരിയയിൽ തന്നെ ചില പെർട്ടിക്കുലർ ബാക്ടീരിയകൾക്ക് അത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിലേക്ക് മാറ്റാൻ പറ്റും. ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെയിൻ ഫാറ്റി ആസിഡ്സ് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 10ൽ കുറവായിട്ടുള്ള വരുന്നതാണ് പ്രധാനമായിട്ട് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സിൽ വരിക. ഈ ഫാറ്റി ആസിഡ്സിൽ പ്രത്യേകിച്ചും ബ്യൂട്ടറേറ്റ് പോലെയുള്ളവ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇൻസുലിൻ സെക്രീഷൻ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ന്യൂറൽ ഫംഗ്ഷനിങ്ങിനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, നാഡീവ്യവസ്ഥയ്ക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ ബ്യൂട്ടറേറ്റ്. സോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ഫൈബർ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഇൻസോലുബിൾ ഫൈബർ ഒരു പക്ഷേ നമ്മുടെ വയറിനകത്ത്, ഇൻഡസ്ട്രൈനകത്ത് കുറെ സീലിയകളും അല്ലെങ്കിൽ കുറെ പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് കൂടിയാണ് അബ്സോർപ്ഷൻ ഒക്കെ വേണ്ട പോലെ നടക്കുക. ലീക്കി ഗട്ട് സിൻഡ്രോം വരുന്നത് ഇതിന്റെ സുഷിരങ്ങൾക്ക് അളവ് കൂടുമ്പോഴോ, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമ്മുടെ വയറിനകത്ത് നിന്ന് ഈവൻ ബാക്ടീരിയകളോ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആവാത്ത ഫുഡ് പാർട്ടികളോ ഒക്കെ അതിനകത്തേക്ക് കയറി ബ്ലഡിലേക്ക് മിക്സ് ആകുമ്പോഴൊക്കെയാണ് ലീക്കി ഗട്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. സോ അത്തരം പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടും, ഒപ്പം തന്നെ ഈ പാത്ത്, ഇൻഡസ്ട്രൈനൽ പാത്ത് ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും, അതെങ്ങനെ ക്ലിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പല വേസ്റ്റ് മെറ്റീരിയൽസിനെ ഫൈബർ തള്ളിക്കൊണ്ടുപോകും. അങ്ങനെ ആ കോളൺ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും ഫൈബർ അല്ലെങ്കിൽ ഇൻസോലുബിൾ ഫൈബർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് അത് എത്തിക്കുന്നില്ല, അവിടെ വരെ എത്താതെ സൂക്ഷിക്കും, ശരീരത്തിന് ഹെൽപ്ഫുൾ ആണ്. സോ ഇത്രയും പറഞ്ഞത് ഞാൻ ഫൈബറിനെ പറ്റിയാണെങ്കിൽ, ഇനി പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് കലോറി തരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന്റെ പേരാണ് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് പറ്റിയാണ്. കാർബോഹൈഡ്രേറ്റ് നമുക്ക് സാധാരണയിൽ 2 തരത്തിലുണ്ടാവുക. ഒന്ന് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് ദഹിക്കും, പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് തരും, അതുപോലെ തന്നെ ഷുഗർ കുറയുമ്പോൾ നമുക്കൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യും, ഊർജ്ജക്കുറവ് ഫീൽ ചെയ്യും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് സ്ലോ ഡൈജസ്റ്റിംഗ് ആണ്. അത് ശരീരത്തിനെ മൊത്തത്തിൽ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്, നമ്മുടെ ഇൻഡസ്ട്രൈനെ മൊത്തത്തിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാർച്ചും 2 തരത്തിലുണ്ട്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിന്റെ ഒരു പേരാണ്. ഇതില് അമിലോസ്നും അമിലോപെക്റ്റിൻ എന്നും പറഞ്ഞിട്ട് 2 ഫോം ഉണ്ട്. ഇതിൽ നമുക്ക് ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എളുപ്പത്തിൽ ശരീരത്തിലേക്ക് ഊർജം കൊടുക്കുന്ന സാധനമാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്. നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസും ഫ്രക്ടോസും അതുപോലെ തന്നെ ഗാലക്ടോസും ഒക്കെ ഇതിലാണ് വരുന്നത്. അതുപോലെ സ്റ്റാർച്ചിൽ നോക്കുമ്പോൾ അമിലോസും അമിലോപെക്റ്റിനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് അമിലോസ് സാധാരണഗതിയിൽ 2 എൻസൈമിന്റെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ ദഹിക്കപ്പെടുന്നു. എന്നാൽ അമിലോപെക്റ്റിൻ അത് ഒരു പക്ഷേ ഒരു ഗ്ലൂക്കോസ് ട്രീ ആണെന്ന് പറയാം, ഗ്ലൂക്കോസിന്റെ ഒരു മരം പോലെയാണ്. അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഡൈജസ്റ്റ് ആയി വരികയും ചെയ്യും.
അപ്പൊ ഈ അമിലോസിന്റെ ദഹനം ആണ് നമുക്ക് കൂടുതൽ സ്റ്റാർച്ചിൽ കിട്ടുന്നതെങ്കിൽ അത് കുറച്ച് സ്ലോ പ്രോസസ് ആയിരിക്കും എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ശരീരത്തിനകത്തേക്ക് പോകുന്ന കലോറിയുടെ അളവ് കുറവായിരിക്കും. അപ്പൊ എന്തും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ പെട്ടെന്ന് കലോറി 4 ഗ്രാം കിട്ടുമോ, 4 കലോറി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ വകഭേദങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ വെറും കലോറി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഇതിൽ ഏതാണ് നമ്മൾ കഴിക്കുന്നത് കൂടി അറിഞ്ഞാലേ കറക്റ്റ് ആവുള്ളൂ അല്ലെ. ഇതിൽ ഏതെങ്കിലും ഇപ്പൊ അമിലോസിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി നമ്മൾ ദഹിക്കാൻ വേണ്ടിയിട്ട് 2 എൻസൈം ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു എൻസൈം പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ കലോറി കിട്ടുന്നത് കുറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല ന്യൂട്രിയൻസിന്റെയും കൂടിയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ സ്ലോ ആയിരിക്കും, അബ്സോർപ്ഷൻ റേറ്റ് കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, ഹോൾ ഫുഡ് മുഴുവനായിട്ടുള്ള ഭക്ഷണം, അത് ഒരുപക്ഷെ തവിട് കളയാത്ത അരി പോലും അതിൽപ്പെടുന്നതാണ്. എക്സ്ട്രാ റിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യുവർ ഷുഗർ ഡ്രിങ്ക്സ് ഒഴികെ നമ്മൾ ഇത്തരം പൂർണ്ണമായിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഹോൾ ഫുഡിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനകത്ത് ദഹിക്കാനും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ റേറ്റ് കുറയുന്നത് കൊണ്ടും ഒക്കെ ഫുൾ കാലോറി നമുക്ക് ഒരുപക്ഷെ കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രക്ടോസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ശരീരത്തിനകത്ത് നോർമലി ഞാൻ നേരത്തെ സംസാരിച്ചില്ലേ, നമ്മൾ അബ്സോർബ് ആവുന്ന ഷുഗറിൽ 20% വരെ നേരിട്ട് നമ്മുടെ ലിവറിലേക്ക് പോകും എന്ന്. എന്നാൽ ഫ്രക്ടോസ് ആണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ, ഫ്രക്ടോസിന് മധുരം കുറച്ച് കൂടുതലാണ്, ഫ്രക്ടോസ് ആണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നതെങ്കിൽ ഫ്രക്ടോസ് പൂർണ്ണമായിട്ടും നമ്മുടെ ലിവറിലേക്കാണ് പോകുന്നത്. എന്നാൽ അതേ സമയത്ത് ഈ ഫ്രക്ടോസ് ഇൻസുലിൻ സ്പൈക്ക് കൊടുക്കുന്നുമില്ല. ഫ്രക്ടോസ് ഈവൻ നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ചില പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഐസ്ക്രീം പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. ഈവൻ ആ ഒരു ഫ്രക്ടോസ് അഡിക്റ്റീവ് ഒരു സ്വഭാവമുള്ളതാണ്. നമുക്ക് ഇന്ന് കഴിച്ചു നാളെയും കഴിക്കണം എന്ന് തോന്നുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പ്രത്യേകിച്ച് ചോക്ലേറ്റ് അല്ലെങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ വീണ്ടും കഴിക്കാൻ, അല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കുന്ന ഒരു ശീലം പോലും വരാനുള്ള കാരണം ഇത്തരം അഡിക്റ്റീവ്നെസ് ആണ്. ഈവൻ അത് നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൈക്കേഷന് വേണ്ടിയിട്ടും വളരെ കൂടുതൽ കാരണമാകുന്നതാണ്. ഗ്ലൈക്കേഷൻ കൊണ്ട് എന്താ കാര്യം? HbA1c കൂടും. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഗ്ലൈക്കേഷൻ. HbA1c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്കും പിന്നീട് ഡയബറ്റീസിലേക്കും എത്തുന്നതാണ്. സോ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഈ ഫ്രക്ടോസിനുണ്ട്. ഇതിനെ നമ്മൾ കലോറിയിൽ കണക്കൂട്ടുന്നു. ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചിരിക്കുന്നത് ബ്രെഡ് ആണ്. ഈ ബ്രെഡ് 3 തരത്തിലുള്ള ബ്രെഡ്, ഒന്നിവിടെ കുറച്ച് പഫി ആയിട്ടുള്ള, കുറച്ച് നല്ലോണം പൊങ്ങി വന്നിട്ടുള്ള ഒരു ബ്രെഡ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ര തന്നെ പൊങ്ങി വരാത്ത ഒരു ബ്രെഡും ഉണ്ട്, എന്നാൽ ഒട്ടും പൊങ്ങി വരാത്ത ഒരു ബ്രെഡും ഉണ്ട്. ഇത് ഹോൾ ബ്രെഡ് ആണ്, വീറ്റ് ബ്രെഡ് ആണെന്നല്ല ഞാൻ പറയാം, ഹോൾ ഗ്രെയിൻ ബ്രെഡ് ആണ്. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അതിന് ഉറപ്പ് കുറച്ച് കൂടുതലായിരിക്കും. നമുക്ക് നല്ലൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിവിടെ വീണു പോകും. എന്നാൽ ഈ പഫി ആയിട്ടുള്ള രീതിയിലുള്ള ബ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ അത് റിഫൈൻഡ് ആയിട്ട് വരുന്നതാണ്. ഈ റിഫൈൻഡ് ബ്രെഡ് ആകുമ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പല രീതിയിലുള്ള സാധനങ്ങളും ഇല്ല, പ്രത്യേകിച്ച് ഫൈബർ പോലെയുണ്ട്. ഇത് നമ്മുടെ ഫൈബർ കണ്ടന്റ് ഇത്തരം ഗ്രെയിൻസിൽ എവിടുന്ന വരുന്നത്? അതിന്റെ കേർണലിൽ നിന്ന്, അതിന്റെ പുറത്ത് ഔട്ടർ ലെയറിൽ നിന്ന്. നേരത്തെ തവിടെന്ന് സൂചിപ്പിച്ചു, ഈ തവിടിനൊക്കെ പോകുന്നതാണ് നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള സംഭവങ്ങൾ. സോ അതൊക്കെ മാറിയിട്ട് നമ്മളിവിടെ ഇതിനെ എൻറിച്ച് ചെയ്തിട്ട് പല രീതിയിലാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ, ഫോർട്ടിഫൈ ചെയ്താലോ, അതിലും പൂർണ്ണമായിട്ടും ഗുണം കിട്ടുന്നില്ല. കാരണം അതിൽ പല പാർട്സ്, കേർണലിന് 3 പ്രധാനപ്പെട്ട പാർട്സ് ഉണ്ട്, എൻഡോസ്പോം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ചില പാർട്ട് മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ, പൂർണ്ണമായിട്ടും അതൊരു കംപ്ലീറ്റ് ആവുന്നില്ല. അതാണ് ഫൈബർ നേരത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇൻസോലുബിൾ ഫൈബർ പൂർണ്ണമായിട്ടും ഗുണകരമാവുന്നില്ല എന്ന് സൂചിപ്പിക്കാനും കാരണം. സോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഗ്ലൈസമിക് ഇൻഡെക്സും ഗ്ലൈസമിക് ലോഡും എന്താണെന്ന് ഒന്നുകൂടി പറയാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ ഹൈ GI ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കണക്കാക്കുന്നത് ഷുഗറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് 100 ഗ്രാം ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50 ഗ്രാം ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൈസമിക് ഇൻഡെക്സ്, നമ്മുടെ ബ്ലഡ് ഷുഗർ എത്ര കൂടുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ്. അതിനെ കമ്പയർ ചെയ്ത്, ഈ ഷുഗറിനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന 50 ഗ്രാം ഭക്ഷണത്തിൽ എത്രത്തോളം ഷുഗർ റേസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഒരു കമ്പാരിസൺ ആണ്. എന്നാൽ ഗ്ലൈസമിക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ ടോട്ടൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രമാത്രം ഷുഗർ കയറുന്നുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ ചോളത്തിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 48, 50 ഒക്കെയാണ്. ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ ഇൻക്രീസ് ആവണമെങ്കിൽ നമുക്ക് കൂടുതൽ ചോളം കഴിക്കേണ്ടി വരും അല്ലെ.
അതാണ് ആ ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് നമ്മൾ തണ്ണിമത്തനൊക്കെയാണ് കഴിക്കുന്നതെങ്കിലോ അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 80 അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഷുഗർ ഇൻക്രീസ് കൊടുക്കും. എന്നാൽ നമ്മൾ 100 ഗ്രാം വത്തക്ക കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 5 ഗ്രാം ആണ് ഷുഗർ ഇൻക്രീസ് ആവുന്നത്. അതേ സമയത്ത് ചോളം 100 ഗ്രാമാണ് കഴിച്ചതെങ്കിൽ അതിനകത്ത് 25 ഗ്രാം ആണ് നമുക്ക് ഗ്ലൈസമിക് ലോഡ് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ചോളത്തിന്റെ അതേ എഫക്റ്റ് 100 ഗ്രാം ചോളത്തിന്റെ അതേ എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ 500 ഗ്രാം തണ്ണിമത്തൻ കഴിക്കേണ്ടി വരും. 500 ഗ്രാം തണ്ണിമത്തൻ ഒരുമിച്ച് ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമോ? അല്ലെങ്കിൽ എത്ര സമയം എടുക്കും? ആ കമ്പാരിസൺ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പക്ഷേ ഗ്ലൈസമിക് ലോഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരിക. ശരിക്കും ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ശരീരം ഒരുപോലെ എല്ലാ ഭക്ഷണത്തിനോടും റിയാക്ട് ചെയ്യുന്നു കണക്കാക്കിയിട്ടാണ്. അതും ശരിയല്ല. ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ അത് വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ വ്യത്യാസം ഉണ്ടാവും. ഈവൻ ഹെൽത്തി ആയിട്ടുള്ള രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഗ്ലൈസമിക് ലോഡ് വ്യത്യാസം വരുന്നുണ്ട്. ഗ്ലൈസമിക് ഇൻഡെക്സിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അത് CGM കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ പോലെയുള്ള ഉപകരണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ശരിക്കും ആ റിയൽ ഫുൾ ഫുഡ് എടുക്കുമ്പോൾ അതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് വ്യത്യാസം വരുന്നത് കൊണ്ട് അതിന്റെ ഗ്ലൈസമിക് ലോഡിലും വ്യത്യാസം വരും. ഈ ഗ്ലൈസമിക് ലോഡിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് നമ്മൾ ആ ഫുൾ കാലോറി കഴിച്ചു എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ശരീരത്തിൽ എത്തി അബ്സോർബ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ് ഈ ഗ്ലൈസമിക് ഇൻഡെക്സുമായിട്ട് പൊതുവെ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല, കാരണം അത് ഗ്ലൂക്കോസിൻ്റെതല്ലേ ചെക്ക് ചെയ്യുന്നത്. അതേ കാരണം കൊണ്ട് തന്നെ ഈ ബ്ലഡ് ഗ്ലൂക്കോസിലോ അല്ലെങ്കിൽ ഇൻസുലിനിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന റേസ്, കാരണം ഫ്രക്ടോസ് നേരിട്ട് ലിവറിലേക്കാണ് പോകുന്നത്. ഇൻസുലിനിൽ ഉണ്ടാക്കുന്ന ആ ഒരു റേസ് അല്ലെങ്കിൽ കൂട്ടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രക്ടോസ് വെച്ചിട്ടുള്ളത് മെഷർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നോക്കുന്നതിന് പകരം ഗ്ലൈസമിക് ലോഡ് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ഭക്ഷണത്തിനെയും കണക്കാക്കാൻ വേണ്ടിയിട്ട്. സോ ലോ GL ഫുഡ്, ഗ്ലൈസമിക് ലോഡ് കുറഞ്ഞ ഒരു ഫുഡ് എന്ന് പറയുന്നത് പൊതുവെ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും, ശരിയായ ഭക്ഷണമായിരിക്കും, ഭക്ഷണം തന്നെയായിരിക്കും.